സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഈ കഥ ഒരു ക്രേസി കഥയാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഈ കഥയ്ക്കുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സീറ്റി, ഒരു സാധാരണ ഇന്തോനേഷ്യക്കാരി. അവളിപ്പോൾ ജോലി ചെയ്യുന്നത് മലേഷ്യയിൽ. എസ്കോർട്ട് ജോബാണ് അവളുടെ മെയിൻ. അതിൽ കിട്ടുന്ന വരുമാനം അവളുടെ ഇന്തോനേഷ്യയിലുള്ള മാതാപിതാക്കൾക്ക് അവൾ ചെലവിന് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ ജോബുകൾ അവിടെ ഇവിടെയും ചെയ്ത് അവൾ നിത്യജീവിതം ജീവിച്ചിരുന്നു. അതേ സമയമാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. ഒരു ആക്ടിംഗ് ഗിഗ്, അതായത് ഒരു അഭിനേതാവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു കോൾ അവൾക്ക് വരുന്നത്. അവളത് അറ്റൻഡ് ചെയ്യുന്നു. അവിടുത്തെ പ്രൊഡ്യൂസറായിട്ട് മീറ്റ് ചെയ്യുന്നു. പ്രൊഡ്യൂസർ പറയുന്നത്, ഞങ്ങളൊരു വലിയൊരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ടിങ് ചെയ്യണമെന്നാണ്. അതിനുശേഷം യൂട്യൂബ് ചാനലിലെ ഹെഡായ മിസ്റ്റർ ചാങ്ങിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവരുടെ ഈ യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്യുന്നത് പ്രാങ്കിനെ കുറിച്ചിട്ടുള്ളതാണ്. അവരിതിന് കൊടുത്ത എമൗണ്ടോ $96 പെർ പ്രാങ്ക്, അതായത് ഓരോ പ്രാങ്കിനും $96. അവൾ തീർച്ചയായും അതിന് എസ് എന്ന് പറഞ്ഞു. അതിനുശേഷം മിസ്റ്റർ ചാങ് ആരെ എവിടെ എപ്പോൾ പ്രാങ്ക് ചെയ്യണമെന്ന് അയാൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രാങ്ക് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ, അതുപോലത്തെ പൊതുസ്ഥലങ്ങളിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ മുഖത്ത് ഓയിൽ തേക്കുക, പിന്നെ ഒന്നും അറിയാത്ത പോലെ അവർ കൈ പിടിച്ച് നടക്കുക. അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പ്രാങ്കുകൾ നടത്തി അങ്ങനെ യൂട്യൂബ് ചാനൽ വളർന്നു. അങ്ങനെ ഇത് മാസങ്ങളോളം കടന്നുപോയി. അതിനുശേഷം അവർ അടുത്ത പ്രാങ്കിനായിട്ട് അവർ എയർപോർട്ട് തിരഞ്ഞെടുത്തു. അന്നത്തെ ദിവസം മിസ്റ്റർ ചാങ് സീറ്റിയോട് പുതിയ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ഒരു പ്രാങ്ക് നടത്താൻ വേണ്ടിയിട്ട് ചാങ് അപ്പോയിന്റ് ചെയ്ത പുതിയ ഒരാൾ, അവളുടെ പേര് ഡോൺ എന്നാണ്. ഈ എയർപോർട്ടിലെ പ്രാങ്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഡബിൾ പ്രാങ്ക് ആണ്. എന്ന് പറഞ്ഞാൽ സീറ്റി ആദ്യം ഒരാളെ പ്രാങ്ക് ചെയ്യും, അതിനുശേഷം അതേ ആളെ ഡോണും പ്രാങ്ക് ചെയ്യും. അതിനുശേഷം മിസ്റ്റർ ചാങ് ഒരാളെ കാണിച്ചു കൊടുത്തു. കോട്ട് സൂട്ടിട്ട ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ. അതിനുശേഷം സീറ്റിയുടെ കയ്യിൽ ബേബി ഓയിൽ തേച്ചു കൊടുത്തു. ശേഷം ഡോണിന്റെ കയ്യിലും തേച്ചു കൊടുത്തു. ആദ്യം സീറ്റിയോട് പറഞ്ഞു മുഖത്ത് ബേബി ഓയിൽ തേക്കാനായിട്ട്. അങ്ങനെ സീറ്റി പുറകിൽ പോയി അയാളുടെ മുഖത്ത് ബേബി ഓയിൽ തേച്ചു. അതിനുശേഷം ആൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണിനോട് പറഞ്ഞു ആ ഓയിൽ അവന്റെ മുഖത്ത് തേക്കാനായിട്ട്. അങ്ങനെ ഡോണും പോയി ആ ഓയിൽ അവന്റെ മുഖത്ത് തേച്ചു. ശേഷം അവളും അവിടെ നിന്ന് എസ്കേപ്പ് ആയി. കുറച്ചു കഴിഞ്ഞ് അയാൾക്ക് വിമിഷ്ടം തോന്നി. അയാൾ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞു. അയാളുടെ അസ്വസ്ഥത കണ്ട് അവർ അവിടുത്തെ എയർപോർട്ട് ക്ലിനിക്കിൽ കൊണ്ടാക്കി. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് കുറയുന്നില്ല. അതിനുശേഷം അവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പക്ഷെ പോകുന്ന വഴി അദ്ദേഹം മരണപ്പെട്ടു. ശേഷം ഇതിനെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ഇനി ആ മരണപ്പെട്ട ആളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ മരണപ്പെട്ട ആളുടെ പേര് നാം. ഇദ്ദേഹത്തിന് അച്ഛൻ വന്നിട്ട് ഒരു രാജ്യത്തെ ഏകാധിപതിയാണ്. ഏതെന്നല്ലേ രാജ്യം? നോർത്ത് കൊറിയ. ആ ഏകാധിപതിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്തവനായ നാം, രണ്ടാമത്തവനായ കിം ജോങ് ഉൻ. കുട്ടിക്കാലം മുതലേ നാം കുറച്ച് വ്യത്യസ്തനായിരുന്നു. വളർന്നു കഴിഞ്ഞതിനു ശേഷവും അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാഴ്ചപ്പാടുകളായിരുന്നില്ല നാമിനുള്ളത്. എപ്പോഴും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികളായിരുന്നു നാമിനുണ്ടായിരുന്നത്. അച്ഛൻ ഈ കാര്യത്തിൽ മകനോട് കുറച്ച് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജപ്പാനിൽ നാമും അദ്ദേഹത്തിന്റെ മകനും സഞ്ചരിക്കുന്ന സമയത്ത് പോലീസ് പിടിക്കപ്പെട്ടു. പിടിച്ചതിന് കാരണമോ പാസ്പോർട്ടിലെ പേര് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചും മറയ്ക്കാനായിട്ട് അദ്ദേഹം പേര് മാറ്റിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനും ജപ്പാനിലെ ഡിസ്നിലാൻഡ് കാണാനായിട്ടാണ് ആ ട്രിപ്പ് വന്ന് പോയത്. അപ്പോൾ ഈ അറസ്റ്റും ഈ വാർത്തകളെല്ലാം അദ്ദേഹത്തിന്റെ അച്ഛൻ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി ദേഷ്യമായി. കാരണം ഡിസ്നിലാൻഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ബ്രാൻഡാണ്. അമേരിക്ക എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ ശത്രുവും. അങ്ങനെ അച്ഛന്റെയും മകന്റെയും ബന്ധത്തിലെ വിള്ളലുകൾ കൂടി. ശേഷം അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ മരണപ്പെട്ട ശേഷം അടുത്ത ഏകാധിപതി ആരായി? കിം ജോങ് ഉൻ. പക്ഷെ നാം നോർത്ത് കൊറിയയിൽ നിന്നില്ല. അദ്ദേഹം ചൈനയിലും ജപ്പാനിലുമായി മാറി മാറി നിൽക്കുമായിരുന്നു. പക്ഷെ കിം ജോങ് ഉൻ ആണെങ്കിലോ ചേട്ടനെ ഇഷ്ടവുമില്ല. അങ്ങനെ നാം ചൈനയിൽ നിൽക്കുന്ന പല ഇടവേളകളിലും കിം ജോങ് ഉൻ അദ്ദേഹത്തിന്റെ ചേട്ടനെ വധിക്കാനായിട്ട് പ്ലാനുകൾ ഇട്ടിരുന്നു. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. അങ്ങനെയാണ് കിം ജോങ് ഉൻ ഒരു പ്ലാൻ ഇട്ടത്. ഇതാണ് ഒരു സൂപ്പർ പ്ലാൻ. ആളിട്ട പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 2 സ്ത്രീകളെ ഇതിലിടുക. അവരറിയാതെ അവരെ വെച്ച് തന്നെ നാമിനെ കൊല്ലുക. ഇത് നമുക്ക് എയർപോർട്ടിലെ ദിവസത്തിലോട്ട് പോവാം. അന്ന് മിസ്റ്റർ ചാങ് സീറ്റിയുടെയും ഡോണിന്റെയും കയ്യിൽ തേച്ചു കൊടുത്തത് ബേബി ഓയിൽ ആയിരുന്നില്ല. സീറ്റിയുടെ കയ്യിൽ നമുക്കതിന് കെമിക്കൽ എ എന്ന് പേരിടാം. ഡോണിന്റെ കയ്യിലാണെങ്കിലോ കെമിക്കൽ ബി. ഈ 2 കെമിക്കലുകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഇത് രണ്ടും മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് ബാൻ ചെയ്യപ്പെട്ട ഒരു സബ്സ്റ്റൻസ് ആയി മാറും. എന്താണെന്നല്ലേ? അതിന്റെ പേരാണ് വെനമസ് നെർവ് ഏജന്റ് എക്സ്. ഇതൊരാളുടെ മുഖത്ത് തേച്ചു കഴിഞ്ഞാൽ അയാൾ നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടും. അങ്ങനെ ആ പ്രാങ്ക് കഴിഞ്ഞ ശേഷം സീറ്റിയും ഡോണും അടുത്തുള്ള ടോയ്ലറ്റിൽ പോയി അവരുടെ കൈകൾ കഴുകി തിരിച്ചു വരുമ്പോൾ മിസ്റ്റർ ചാങ്ങിനെയോ പ്രൊഡ്യൂസറിനെയോ അവർ തിരക്കി. പക്ഷെ അവർ കണ്ടില്ല. ശേഷം അവർ വീട്ടിൽ പോയി. എന്നാൽ അടുത്ത ദിവസം അവിടെ പോലീസ് എത്തി. അവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തു. അതൊരു പ്രാങ്കാണെന്ന് വിചാരിച്ച് അവർ കളിത്തമാശയിലിരുന്നു. പക്ഷെ അതൊരു പ്രാങ്ക് ആയിരുന്നില്ല. അങ്ങനെ അവർ 8 മാസം റിമാൻഡിലിട്ടു. പോലീസ് അന്വേഷണത്തിനിടയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ മിസ്റ്റർ ചാങ്ങും അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറും നോർത്ത് കൊറിയയുടെ സ്പൈകളായിരുന്നു. അങ്ങനെ 8 മാസത്തിന് ശേഷം അവരുടെ വിചാരണ ആരംഭിച്ചു. ഈ വിചാരണയിൽ അവർ തെറ്റുകാരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൂക്കുകയർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ കേസ് മൊത്തം 2 വർഷം നീണ്ടുപോയി.
ഒരു സുപ്രഭാതം CTയെ കോടതി വെറുതെ വിട്ടു. കാരണമോ ഇന്തോനേഷ്യ കേസിൽ ഇടപെട്ടു. കാരണം ഇന്തോനേഷ്യയുടെ പൗരത്വമുള്ള ആളാണ് CT. അതിനുശേഷം കുറഞ്ഞ കാലയളവിലെ കുറച്ച് ശിക്ഷകൾക്ക് ശേഷം ഡോണിനെയും വെറുതെ വിട്ടു. അപ്പോൾ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന കഥ എന്താണ്? ഒരു യൂട്യൂബ് പ്രാങ്കിനാൽ മരണപ്പെട്ട ഒരാൾ ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു വിഷയമായി. ന്യൂ ജനറേഷന്റെ ഓരോ പ്രാങ്കുകൾ കാരണം മരണപ്പെട്ട ആൾ. എന്നാൽ അതിന്റെ പുറകിൽ യഥാർത്ഥ കൈകളോ നോർത്ത് കൊറിയയുടെ